പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇനി നമുക്ക് ക്രിസ്മസ് പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കാം. പ്രധാനപ്പെട്ട കുറച്ച് ചാപ്റ്ററുകൾ മാത്രമാണ് നമുക്ക് ക്രിസ്മസ് പരീക്ഷയ്ക്കുള്ളത്. അപ്പോൾ 9ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് ക്രിസ്മസ് പരീക്ഷയ്ക്ക് നല്ല മാർക്ക് വാങ്ങാൻ ഇനി കെസ്പോ ഉണ്ടായിരിക്കും. കൂടെ നമുക്ക് മാത്സിൻ്റെ ക്ലാസ്സുകളൊന്ന് നോക്കാം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് 9ാം ക്ലാസ് മാത്തമാറ്റിക്സിലെ 7ാമത്തെ ചാപ്റ്ററായ നെഗറ്റീവ് നമ്പേഴ്സ് അഥവാ ന്യൂനസംഖ്യകൾ എന്ന് പറയുന്ന ചാപ്റ്ററാണ്. വളരെ സിമ്പിളായിട്ട് നമുക്ക് പഠിക്കാൻ കഴിയുന്ന ചാപ്റ്ററാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, എന്താണ് ന്യൂനസംഖ്യകൾ അഥവാ എന്താണ് നെഗറ്റീവ് നമ്പേഴ്സ്? നമ്മൾ കുറേ നമ്പറുകൾ പഠിച്ചിട്ടുണ്ടാവും. അതിൽപ്പെട്ടതാണ് 1, 2, 3 എങ്ങനെ എണ്ണുന്ന നമ്പറുകൾ, കൗണ്ടിങ് നമ്പേഴ്സ് എന്നൊക്കെ പറയും. അങ്ങനെ ഒരുപാട് നമ്പറുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്നാൽ നെഗറ്റീവ് നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0ൻ്റെ അത്ര പോലും വിലയില്ലാത്ത കുറച്ച് നമ്പറുകളുണ്ട്. ആ നമ്പറുകൾ നിങ്ങൾ കണ്ടിട്ടില്ലേ? ഇങ്ങനെ കുറച്ച് നമ്പറുകൾ -1 അല്ലെങ്കിൽ -2 ഇങ്ങനെ ഒരു മൈനസ് കൂടെയുള്ള കുറച്ച് നമ്പറുകൾ കണ്ടിട്ടില്ലേ? ഇങ്ങനെ മൈനസ് കൂടെയുള്ള 0ൻ്റെയും താഴെ കിടക്കുന്ന നമ്പറുകൾക്കാണ് നമ്മൾ നെഗറ്റീവ് നമ്പേഴ്സ് അഥവാ ന്യൂനസംഖ്യകൾ എന്ന് പറയുന്നത്. ഈ പാഠത്തിൽ നമുക്ക് പഠിക്കാനുള്ളത് ആകെ 4 കൺസെപ്റ്റുകൾ മാത്രമാണ്. എങ്ങനെയാണ് ഈ നെഗറ്റീവ് നമ്പേഴ്സ് പരസ്പരം കൂട്ടുക, ആഡ് ചെയ്യുക, എങ്ങനെയാണ് ഈ നെഗറ്റീവ് നമ്പേഴ്സ് പരസ്പരം സബ്ട്രാക്ട് ചെയ്യാതെ കുറയ്ക്കുക, എങ്ങനെയാണ് ഈ നെഗറ്റീവ് നമ്പേഴ്സ് പരസ്പരം ഗുണിക്കുക അഥവാ മൾട്ടിപ്പിൾ ചെയ്യുക, എങ്ങനെയാണ് ഈ നെഗറ്റീവ് നമ്പേഴ്സ് പരസ്പരം ഡിവൈഡ് ചെയ്യുക അഥവാ ഹരിക്കുക. ഈ 4 കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഈ പാഠം നമ്മൾ മുഴുവനായിട്ട് പഠിച്ചു കഴിഞ്ഞു. നമുക്ക് പാഠത്തിലേക്ക് പോകാം. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ പഠിക്കുന്നത് എങ്ങനെയാണ് നെഗറ്റീവ് നമ്പേഴ്സ് പരസ്പരം കൂട്ടുക എന്നുള്ളതാണ്. ഈ നെഗറ്റീവ് നമ്പേഴ്സ് പരസ്പരം കൂട്ടുമ്പോൾ പ്രധാനമായിട്ടും 3 ടൈപ്പിലാണ് നമുക്ക് ചോദ്യം വരിക. അതിൽ ഒന്നാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് ആദ്യത്തെ നമ്പറിലായിരിക്കും ആരുണ്ടായിരിക്കുക? മൈനസ് ഉണ്ടായിരിക്കുക. രണ്ടാമത്തെ ടൈപ്പ് എങ്ങനെയാണ്? രണ്ടാമത്തെ നമ്പറിലായിരിക്കും ആരുണ്ടായിരിക്കുക? മൈനസ് ഉണ്ടായിരിക്കുക. മൂന്നാമത്തെ ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടിലും ആരുണ്ടാവും? മൈനസ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ടൈപ്പും രണ്ടാമത്തെ ടൈപ്പും ഒരുപോലെയാണ് ചെയ്യേണ്ടത്. അതെങ്ങനെയാണ് ചെയ്യാന്ന് ആദ്യം നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ നോക്ക്, ഒരു നമ്പർ മൈനസും ഒരു നമ്പർ ആരുമാണ്? പ്ലസും ആണ്. രണ്ടാമത്തെ ടൈപ്പിൽ നോക്കൂ, ഒരു നമ്പർ പ്ലസ് ആണ്, ഇവിടെ ആരും ഇല്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം ഇവിടെ ആരുണ്ടെന്നാണ്? പ്ലസ് ഉണ്ടെന്നാണ്. ഒരു നമ്പർ പ്ലസും ഒരു നമ്പർ മൈനസുമാണ്. ഈ രൂപത്തിൽ വന്നു കഴിഞ്ഞാൽ അഥവാ 2 നെഗറ്റീവ് സംഖ്യകൾ പരസ്പരം കൂട്ടുമ്പോൾ 1 പ്ലസും 1 മൈനസും ആണെങ്കിൽ, 1 മൈനസും 1 പ്ലസും ആണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് അതിൽ കൂട്ടത്തിൽ വലുത് ആരാണെന്ന് നോക്കുക. ഇവിടെ 2ഉം 3ഉം അല്ലേ? ഇതിൽ ആരാണ് വലുത്? 3 അല്ലേ വലുത്? അപ്പോൾ 3ൽ നിന്ന് 2 കുറയ്ക്കുക. 3ൽ നിന്ന് 2 കുറയ്ക്കുമ്പോൾ എത്രയാണ്? 1 ആണ് നമുക്ക് കിട്ടുക. എന്നിട്ട് 3ൻ്റെ ചിഹ്നം നമ്മൾ ഉപയോഗിക്കുക. അവിടെ 3ൻ്റെ ചിഹ്നം ഇവിടെ ഏതാണ്? പ്ലസ് ആണ്. പ്ലസ് ആയതുകൊണ്ട് നമ്മൾ ചിഹ്നം ഇട്ട് കൊടുക്കണ്ട. ഇതിൻ്റെ ഉത്തരം എത്രയാണ്? 1 ആണ്. അഥവാ ഇനി ഇവിടെ നോക്കൂ, ഇനി രണ്ടാമത്തെ ടൈപ്പിൽ നോക്കൂ, രണ്ടാമത്തെ നമ്പറിലാണ് മൈനസ് കിടക്കുന്നത്, ഒന്നാമത്തെ നമ്പർ ആരാണ്? പ്ലസ് ആണ്. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കുക അഥവാ 3ൽ നിന്ന് 2 കുറയ്ക്കുക. എത്രയും ഉത്തരം? 1 ആണ് ഉത്തരം. ഇവിടെ വലുത് ആരാണ്? 3 അല്ലേ വലുത്? 3ൻ്റെ ചിഹ്നം ഇവിടെ ആരാണ്? മൈനസ് ആണ് ചിഹ്നം. അപ്പോൾ ഇതിൻ്റെ ഉത്തരം എത്രയാണ്? -1 ആണ്. അപ്പോൾ 2 നെഗറ്റീവ് സംഖ്യകൾ പരസ്പരം കൂട്ടുമ്പോൾ 1 പ്ലസും 1 മൈനസും ആണെങ്കിൽ, അല്ലെങ്കിൽ 1 മൈനസും 1 പ്ലസും ആണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് വലുതിൽ നിന്ന് ചെറുത് കുറക്കുക. വലുതിൻ്റെ ചിഹ്നം ഏതാണോ അത് ഉപയോഗിച്ചെടുക്കുക. നമുക്ക് ജസ്റ്റ് ഒരു എക്സാമ്പിൾ നോക്കി. ഞാനിവിടെ എഴുതുകയാണ് -1 + 9 എന്ന് എഴുതിയിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് എക്സാമ്പിൾ നോക്കുക. ഇവിടെ വലുത് ആരാ? 9 ആണ്. 9ൽ നിന്ന് 1 കുറച്ചാൽ 8 ആണ് നമുക്ക് കിട്ടുക. ഇതിൻ്റെ ഉത്തരം എത്രയാണ്? 9ൻ്റെ ചിഹ്നം പ്ലസ് ആണ്. അപ്പോൾ ഇതിൻ്റെ ഉത്തരം എത്രയാണ്? 8 ആണ്. നമുക്ക് മറ്റൊരു എക്സാമ്പിൾ നോക്കുക. 2 + -9 ആണെന്ന് വിചാരിക്കുക. എന്താണ്? 2 + -9 ആണെങ്കിൽ വലുത് ഇവിടെ ആരാണ്? 9 ആണ്. 9ൽ നിന്ന് 2 കുറക്കുമ്പോൾ 7 ആണ് നമുക്ക് വരുന്നത് അല്ലേ? 7 ആണ് വരുന്നത്. ഈ 7 എന്ന് എഴുതുമ്പോൾ വലുതിൻ്റെ ചിഹ്നം ഇവിടെ ആരാണ്? മൈനസ് ആണ്. അപ്പോൾ ഇതിൻ്റെ ഉത്തരം എത്രയാണ്? -7 ആണ്. അപ്പോൾ എത്രയേ ഉള്ളൂ? 2 സംഖ്യകൾ പരസ്പരം കൂട്ടുമ്പോൾ 1 പ്ലസും 1 മൈനസും ആണെങ്കിൽ വലുതിൽ നിന്ന് ചെറുത് കുറക്കുക, വലുതിൻ്റെ ചിഹ്നം ഇട്ട് കൊടുക്കുക. അപ്പോൾ ആദ്യത്തെ 2 ടൈപ്പും അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇനി മൂന്നാമത്തെ ടൈപ്പ് നോക്കുക. മൂന്നാമത്തെ ടൈപ്പിൽ 1 പ്ലസും 1 മൈനസും ആണോ? അല്ലല്ലോ. എങ്ങനെയാണ്? 2ലും ആരുണ്ട്? മൈനസ് ഉണ്ട്. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ 2ലും മൈനസ് ഉണ്ടെങ്കിൽ 2 + 3 എത്രയാണ്? 5 ആണ്. 2ലും മൈനസ് ഉണ്ട്. അപ്പോൾ ഉത്തരത്തിലും ആര് വരും? മൈനസ് വരും. ഇതിൻ്റെ ഉത്തരം എത്രയാണ്? -5 ആണ്. ഇനി നമുക്ക് മറ്റൊരു എക്സാമ്പിൾ നോക്കാം. -3 + -5 ആണെങ്കിൽ നോക്കൂ, ഇവിടെ 3ലും 5ലും ആരുണ്ട്?
മൈനസ് ഉണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂട്ടുക, എത്രയാണ്? 8 രണ്ടിലും മൈനസ് ഉണ്ട്. അപ്പോൾ ഉത്തരത്തിലും ആര് വരും? മൈനസ് വരും. ഇതിൻ്റെ ഉത്തരം എത്രയാണ്? -8. അപ്പോൾ എത്രയേ ഉള്ളൂ? ഒന്നാമത്, രണ്ട് നെഗറ്റീവ് സംഖ്യകൾ, രണ്ട് ന്യൂനസംഖ്യകൾ പരസ്പരം കൂട്ടുമ്പോൾ ഒന്ന് മൈനസും ഒന്ന് പ്ലസും ആണെങ്കിൽ വലുതിൽ നിന്ന് ചെറുത് കുറക്കുക, വലുതിൻ്റെ ചിഹ്നിട്ട് കൊടുക്കുക. രണ്ടിലും മൈനസ് ഉണ്ടെങ്കിൽ പരസ്പരം കൂട്ടുക, രണ്ടിലും മൈനസ് ഉണ്ടായതുകൊണ്ട് ഉത്തരത്തിലും ആര് വരും? മൈനസ് വരും. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാം. നമുക്ക് അടുത്ത ഭാഗം നോക്കാം. രണ്ടാമത് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് എങ്ങനെ ഇത് കുറക്കാം, സബ്ട്രാക്ട് ചെയ്യാം എന്നുള്ള കാര്യമാണ്. ഇതിൽ പ്രധാനമായിട്ടും 4 ടൈപ്പിലാണ് നമുക്ക് ക്വസ്റ്റ്യൻ വരിക. ഈ 4 ടൈപ്പും പഠിച്ചു കഴിഞ്ഞാൽ ഈ ഭാഗവും കഴിഞ്ഞു. അപ്പോൾ 4 ടൈപ്പിൽ ഒന്നാമത്തെ ടൈപ്പ് ഒരു മൈനസ് മാത്രമേ ഉണ്ടാവുള്ളൂ. രണ്ടാമത്തെ ടൈപ്പ് രണ്ട് സംഖ്യകളിലും ആരുണ്ടാവും? മൈനസ് ഉണ്ടാകും. മൂന്നാമത്തെ ടൈപ്പ് രണ്ട് മൈനസ് ഉണ്ടാകും. ആ രണ്ട് മൈനസ് എങ്ങനെയായിരിക്കും? ഒരുമിച്ചിട്ടായിരിക്കും. നാലാമത്തെ ടൈപ്പ് 3 മൈനസ് ഉണ്ടാകും. ഈ 4 രൂപത്തിലാണ് കുറയ്ക്കൽ നമ്മൾ പഠിക്കേണ്ടത്. അപ്പോൾ അത് ഒന്നാമത്തെ ടൈപ്പ് നോക്കാം. ഒന്നാമത്തെ ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ സംഖ്യയിൽ നിന്ന് വലിയ സംഖ്യ കുറക്കാനാണ്. 2 ചെറുതല്ലേ, 5 അല്ലേ വലുത്. ചെറുതിൽ നിന്ന് നമ്മളെങ്ങനെ വലുത് കുറക്കും? ഇത്രയേ ഉള്ളൂ. നേരെ വലുതിൽ നിന്ന് ചെറുത് കുറക്കുക. 5ൽ നിന്ന് 2 കുറക്കുമ്പോൾ 3. വലുതിൻ്റെ ചിഹ്നം ഇവിടെ ആരാണ്? മൈനസ് ആണ്. ഇതിൻ്റെ ഉത്തരം എത്രയാണ്? -3. അഥവാ ചെറിയ സംഖ്യയിൽ നിന്ന് വലിയ സംഖ്യ കുറക്കാൻ വേണ്ടി വന്നു കഴിഞ്ഞാൽ വലുതിൽ നിന്ന് ചെറുത് കുറക്കുക, മൈനസ് ഇട്ട് കൊടുക്കുക. എന്ത് ചെയ്തോളൂ? വലുതിൽ നിന്ന് ചെറുത് കുറക്കുക, മൈനസ് ഇട്ട് കൊടുക്കുക. ഇപ്പോൾ നമ്മൾ മറ്റൊരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ 2 - 10 ആണെന്ന് വിചാരിക്കുക. ഇവിടെ 2 അല്ലേ ചെറുത്, 10 അല്ലേ വലുത്. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ 10ൽ നിന്ന് 2 കുറക്കുക, എത്രയാണ് ഉത്തരം? 8. ആരിട്ട് കൊടുക്കുക? ഒരു മൈനസ് ഇട്ട് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ ചെയ്യേണ്ടത്. അഥവാ ചെറിയ സംഖ്യയിൽ നിന്ന് വലിയ സംഖ്യ കുറക്കാൻ വന്നാൽ നേരെ വലുതിൽ നിന്ന് ചെറുത് കുറക്കുക, ഒരു മൈനസ് അങ്ങ് ഇട്ട് കൊടുക്കുക. ഒന്നാമത്തെ ടൈപ്പ് ഓക്കെ അല്ലേ? ഇനി രണ്ടാമത്തെ ടൈപ്പ് നോക്കാം. രണ്ടാമത്തെ ടൈപ്പിൽ 2 മൈനസ് ഉണ്ട്. 2 നമ്പറിലും ആരുണ്ട്? മൈനസ് ഉണ്ട്. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് അവ പരസ്പരം കൂട്ടുകയാണ് ചെയ്യേണ്ടത്. -2 - 5 എന്ന് പറയുന്നത് 2ഉം 5ഉം കൂട്ടിക്കഴിഞ്ഞാൽ 7 അല്ലേ കിട്ടുക. രണ്ടിലും മൈനസ് ഉണ്ട്, അതുകൊണ്ട് ഉത്തരത്തിലും ആര് വരും? മൈനസ് വരും. ഇതിൻ്റെ ഉത്തരം എത്രയാണ്? -7. നമുക്ക് മറ്റൊരു എക്സാമ്പിൾ നോക്കാം. -2 - 10 എന്ന് വന്നു കഴിഞ്ഞാൽ 2ഉം കൂട്ടുന്നു, 12 എന്ന് കിട്ടുന്നു. രണ്ടിലും മൈനസ് ഉണ്ടായതുകൊണ്ട് ഉത്തരത്തിലും ആരുണ്ടാകുന്നു? മൈനസ് ഉണ്ടാകുന്നു. ഇതിൻ്റെ ഉത്തരം എത്രയാണ്? -12. അപ്പോൾ അത്രയേ ഉള്ളൂ. രണ്ട് സംഖ്യകൾ പരസ്പരം കൂട്ടുമ്പോൾ രണ്ട് സംഖ്യകളിലുമായിട്ട് മൈനസ് വന്നിട്ടുണ്ടെങ്കിൽ അവ പരസ്പരം കൂട്ടുക, എഴുതുക. എന്നിട്ട് രണ്ടിലും മൈനസ് ഉണ്ടായതുകൊണ്ട് ഉത്തരത്തിലും ആരുണ്ടാകും? മൈനസ് ഉണ്ടാകും. എന്നാൽ മൂന്നാമത്തെ ടൈപ്പിൽ ചെറിയൊരു മാറ്റമുണ്ട്. 2 മൈനസ് ഉണ്ട്. പക്ഷേ ഈ 2 മൈനസുകൾ എങ്ങനെയാണ് വന്നിരിക്കുന്നത്? അടുത്തടുത്താണ് വന്നിരിക്കുന്നത്. അടുത്തടുത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു സ്റ്റെപ്പ് കൂടി അധികമുണ്ട്. സ്റ്റെപ്പ് ഇതാണ്. 2 - 2ഉം അടുത്ത് വരുമ്പോൾ അത് എന്തായി മാറും? പ്ലസ് ആയി മാറും. 2 + 5 അതെത്രയാണ്? 7. ഇതിൻ്റെ ഉത്തരം എത്രയാണ്? 7. അപ്പോൾ 2 മൈനസുകൾ തൊട്ടടുത്താണ് വന്നിട്ടുള്ളതെങ്കിൽ അതെന്തായി മാറും? പ്ലസ് ആയി മാറും. ഇതിൻ്റെ ഉത്തരം എന്തായിരിക്കും? പോസിറ്റീവ് നമ്പർ ആയിരിക്കും. നമുക്ക് മറ്റൊരു എക്സാമ്പിൾ നോക്കാം. നമുക്ക് 3 - -6 ആണെങ്കിൽ ഇതെന്തായി മാറും? 3 + 6 ആയി മാറും. ഇതിൻ്റെ ഉത്തരം എത്രയാണ്? 9. ഇത്രയേ ഉള്ളൂ മൂന്നാമത്തെ ടൈപ്പ്. 2 മൈനസ് ആണ്. ഈ 2 മൈനസുകൾ അടുത്തടുത്ത് വരും, അതെന്തായി മാറും? പ്ലസ് ആയി മാറും. നെഗറ്റീവ് നമ്പേഴ്സ് ആണെങ്കിലും നമുക്ക് ഉത്തരം എവിടെയായിരിക്കും കിട്ടുക? പോസിറ്റീവായിട്ടായിരിക്കും കിട്ടുക. ഇത് ക്ലിയർ ആണോ? നമുക്ക് നാലാമത്തെ ടൈപ്പ് നോക്കാം. നാലാമത്തെ ടൈപ്പിൽ ടോട്ടൽ എത്ര മൈനസ് ഉണ്ട്? 3 മൈനസ് ഉണ്ട്. അതിൽ നമ്മൾ നേരത്തെ ഒരു കാര്യം പറഞ്ഞു, 2 മൈനസുകൾ അടുത്തടുത്ത് വന്നാൽ അത് പ്ലസ് ആയി മാറും. നമുക്ക് അങ്ങനെ ഒന്ന് എഴുതി നോക്കാം. -2 + 5 ആയി മാറുന്നു. നമ്മൾ നേരത്തെ കൂട്ടുന്ന സമയത്ത്, ആഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പറഞ്ഞല്ലോ, ഒരു സംഖ്യ മൈനസും ഒരു സംഖ്യ പ്ലസും ആണെങ്കിൽ വലുതിൽ നിന്ന് ചെറുത് കുറക്കുക, വലുതിൻ്റെ ചിഹ്നം ഇട്ട് കൊടുക്കുക. ഇവിടെ വലുത് ആരാണ്? 5. 5ൽ നിന്ന് 2 കുറക്കുമ്പോൾ 3. വലുതിൻ്റെ ചിഹ്നം ഇവിടെ എന്താണ്? പ്ലസ് ആണ്. ഇതിൻ്റെ ഉത്തരം എത്രയാണ്? +3. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമുക്ക് പഠിക്കാൻ. കുറക്കുന്ന സമയത്ത്, സബ്ട്രാക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് 4 ടൈപ്പുകളാണ് പഠിക്കാനുള്ളത്. ഒന്നാമത്തത് ചെറുതിൽ നിന്ന് വലുത് കുറക്കാനാണ്. അപ്പോൾ വലുതിൽ നിന്ന് ചെറുത് കുറക്കുക, മൈനസ് ഇട്ട് കൊടുക്കുക. രണ്ടാമത്തെ ടൈപ്പ് 2 സംഖ്യയിലും മൈനസ് ഉണ്ടാകും, അപ്പോൾ പരസ്പരം കൂട്ടുക, മൈനസ് ഇട്ട് കൊടുക്കുക. മൂന്നാമത്തെ ടൈപ്പിൽ 2 മൈനസ് ഉണ്ടാകും, അവ രണ്ടും അടുത്തായിരിക്കും, അപ്പോൾ ആ മൈനസ് എന്തായി മാറും? പ്ലസ് ആയി മാറുന്നു. എന്നിട്ട് നേരെ ആഡ് ചെയ്ത് ഉത്തരം എഴുതാം. ഇനി അടുത്തത് 4ാമത്തെ ടൈപ്പ് 3 മൈനസ് ഉണ്ടാകും, 2 മൈനസുകൾ അടുത്തടുത്താണ് വരിക, അവ പരസ്പരം പ്ലസ് ആക്കി മാറ്റുമ്പോൾ പിന്നെ നമ്മൾ ആഡ് ചെയ്യുന്ന സമയത്ത് പഠിച്ച നിയമം, വലുതിൽ നിന്ന് ചെറുത് കുറക്കുക, വലുതിൻ്റെ ചിഹ്നം ഇട്ട് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ഗുണനം പഠിക്കാം. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഗുണനമാണ്.
നെഗറ്റീവ് നമ്പേഴ്സ് ഗുണിക്കലാണ് ഏറ്റവും എളുപ്പം. ഓക്കെ, രണ്ട് കാര്യങ്ങൾ, 2 ടൈപ്പേ നമുക്കിതിൽ വരുന്നുള്ളൂ, 2 ടൈപ്പേ ചെയ്യാനുള്ളൂ. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ടൈപ്പ് എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു നമ്പറിലായിരിക്കും മൈനസ് ഉണ്ടാവുക. അപ്പോൾ ഇവിടെ നോക്ക്, ഇവിടെ ഒന്നാമത്തെ ടൈപ്പിൽ ഇവിടെ ഒന്നാമത്തെ നമ്പറിലാണ് മൈനസ്, ഇവിടെ 6ൻ്റെ കൂടെയാണ് മൈനസ്. അപ്പോൾ ഏതെങ്കിലും ഒരു നമ്പറിലേ മൈനസ് ഉണ്ടാവുള്ളൂ. അങ്ങനെ വന്നു കഴിഞ്ഞാൽ 2 ഗുണിക്കണം 6 എത്രയാണ്? 12 അല്ലേ? ഒരു സംഖ്യയിൽ മൈനസ് ഉണ്ടായതുകൊണ്ട് ഉത്തരത്തിൽ ആരുണ്ടാവും? മൈനസ് ഉണ്ടാവും. ഇവിടെ നോക്കൂ, 2 ഇൻറ്റു -6, 2 ഇൻറ്റു 6 12 ആണ്. ഇവിടെ 6ൻ്റെ കൂടെ മൈനസ് ഉണ്ടായതുകൊണ്ട് ഉത്തരത്തിൽ ആരുണ്ടാവും? മൈനസ് ഉണ്ടാവും. ഇത്രേ ഉള്ളൂ. 2 സംഖ്യകൾ പരസ്പരം ഗുണിക്കുമ്പോൾ ഏതെങ്കിലും ഒരു സംഖ്യയിലാണ് മൈനസ് എങ്കിൽ ഉത്തരത്തിൽ ആരുണ്ടാവും? മൈനസ് ഉണ്ടാവും. നേരിട്ട് ഗുണിക്കുക, മൈനസ് ഇട്ട് കൊടുക്കുക. 2 സംഖ്യയിൽ ഏതെങ്കിലും ഒരു സംഖ്യയിൽ മാത്രമാണ് മൈനസ് എങ്കിൽ ഉത്തരം ആരായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. 2 സംഖ്യയിൽ ഒന്നിലാണ് മൈനസ് എങ്കിൽ ഉത്തരത്തിലും ആരുണ്ടാവും? മൈനസ് ഉണ്ടാകും. അപ്പോൾ ഒന്നാമത്തെ സംഖ്യയിലാവട്ടെ, രണ്ടാമത്തെ സംഖ്യയിലാവട്ടെ, ഏതെങ്കിലും ഒരു സംഖ്യയിലാണ് മൈനസ് എങ്കിൽ ഉത്തരത്തിൽ ആരുണ്ടാവും? മൈനസ് ഉണ്ടാവും. എന്നാൽ ഇവിടെ നോക്കൂ, 2 സംഖ്യയിലും ആരുണ്ട്? മൈനസ് ഉണ്ട്. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ 2 ഇൻറ്റു 6 12, ഇതിൻ്റെ ഉത്തരം എന്താണ്? പോസിറ്റീവ് ആയിരിക്കും. 2 സംഖ്യകൾ പരസ്പരം ഗുണിക്കുമ്പോൾ 2ലും മൈനസ് ഉണ്ടെങ്കിൽ ഉത്തരം ആരായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ നോക്കൂ, ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ എഴുതാം. -2 ഇൻറ്റു -2 ആണെന്ന് വെക്കുക. ഇതിൻ്റെ ഉത്തരം എന്താണ് നമുക്ക് വരിക? 4 ആണ് വരിക. ക്ലിയർ ആണോ? 2 സംഖ്യയിലും മൈനസ് ഉണ്ടെങ്കിൽ ഉത്തരം പോസിറ്റീവ് ആയിരിക്കും. ഒരു സംഖ്യയിൽ മാത്രമാണ് മൈനസ് എങ്കിൽ ഉത്തരം നെഗറ്റീവ് ആയിരിക്കും. നമുക്ക് മറ്റൊരു കാര്യം കൂടി ഇതെന്ന് പറയാം. 2ൻ്റെ സ്ക്വയർ നമ്മൾ എന്താ പഠിച്ചിട്ടുള്ളത്? 4 എന്നല്ലേ പഠിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ -2ൻ്റെയും സ്ക്വയർ എത്രയാണ്? 4 ആണ്. ക്ലിയർ ആണോ? 2 സംഖ്യകൾ പരസ്പരം ഗുണിക്കുമ്പോൾ, മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഒരു സംഖ്യയിൽ മാത്രമാണ് മൈനസ് എങ്കിൽ ഉത്തരം നെഗറ്റീവ് ആയിരിക്കും. 2 സംഖ്യയും മൈനസ് ആണെങ്കിൽ ഉത്തരം പോസിറ്റീവ് ആയിരിക്കും. ഇത്രയേ ഉള്ളൂ. നമുക്ക് അടുത്ത ടൈപ്പിലേക്ക് പോകാം. ഇനി നാലാമത്തെ ടൈപ്പ് നമ്മളെല്ലാവരും വിചാരിച്ച പോലെ തന്നെ ആരാണ്? ഡിവിഷനാണ്. എങ്ങനെയാണ് ഹരിക്കുക എന്നുള്ളതും. ഹരിക്കലും ഗുണിക്കലും ഒരേപോലെയാണ്. ഗുണനം നമ്മൾ നേരത്തെ പഠിച്ചു, മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് നമ്മൾ നേരത്തെ പഠിച്ചു. അങ്ങനെയാണെങ്കിൽ ഡിവൈഡ് ചെയ്യുമ്പോഴും നമുക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ കഴിയും. ഇവിടെ നോക്ക്, നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമ്മളൊരു നിയമം പറഞ്ഞല്ലോ, 2 സംഖ്യയിൽ ഒന്നിൽ മാത്രമാണ് നെഗറ്റീവ് എങ്കിൽ, ഒന്നിൽ മാത്രമാണ് മൈനസ് എങ്കിൽ ഉത്തരം ആരായിരിക്കും? മൈനസ് ആയിരിക്കും. അതുപോലെ തന്നെയാണ് ഡിവിഷൻ ചെയ്യുമ്പോഴും, അതുപോലെ തന്നെയാണ് ഹരിക്കുമ്പോഴും. ഇവിടെ നോക്കൂ, -6 ഹരിക്കണം 2 ആണ്, -6/2 ആണ്. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ 6നെ 2 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് എന്താണ് ഉത്തരം കിട്ടുക? 3 ആണ് കിട്ടുക. ഒരു സംഖ്യയിൽ മാത്രമല്ലേ മൈനസ്, അപ്പോൾ ഉത്തരത്തിലും ആരെ ഉണ്ടാവും? മൈനസ് ഉണ്ടാവും. ഒരു സംഖ്യയിൽ മാത്രമാണ് മൈനസ് എങ്കിൽ ഉത്തരം ആരായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും, മൈനസ് ഉള്ള നമ്പർ ആയിരിക്കും. ഇനി നോക്ക്, 6/-2 ആണ്. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ 6നെ നമ്മൾ 2 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക? 3 ആണ് കിട്ടുക. ഇവിടെ 2ൽ ആരുണ്ട്? മൈനസ് ഉണ്ട്. അപ്പോൾ ഉത്തരം ആരായിരിക്കും? -3 ആയിരിക്കും. അപ്പോൾ ഇത്രേ ഉള്ളൂ. 2 സംഖ്യകൾ പരസ്പരം ഡിവൈഡ് ചെയ്യുമ്പോൾ, ഹരിക്കുമ്പോൾ ഒരു സംഖ്യയിൽ മാത്രമാണ് മൈനസ് എങ്കിൽ ഉത്തരത്തിൽ ആരുണ്ടാവും? മൈനസ് ഉണ്ടാവും. എന്നാൽ 2 സംഖ്യകൾ പരസ്പരം ഡിവൈഡ് ചെയ്യുമ്പോൾ 2ലും മൈനസ് ഉണ്ടെന്ന് വിചാരിക്കുക. ഇപ്പോൾ ഇവിടെ 6ലും 2ലും മൈനസ് ഉണ്ടെങ്കിൽ 6/2 എത്രയാണ്? 3 ആണ്. 2ലും മൈനസ് ഉണ്ടായതുകൊണ്ട് ഉത്തരം ആരായിരിക്കും? പോസിറ്റീവ് നമ്പർ ആയിരിക്കും. ഇത്രേ ഉള്ളൂ നമുക്ക് പഠിക്കാൻ. 2 സംഖ്യകൾ പരസ്പരം ഡിവൈഡ് ചെയ്യുമ്പോൾ, ഹരിക്കുമ്പോൾ ഏതെങ്കിലും ഒരു നമ്പറിൽ മാത്രമാണ് മൈനസ് എങ്കിൽ ഉത്തരം നെഗറ്റീവ് ആയിരിക്കും. ഈ 2 സംഖ്യയിലും മൈനസ് ഉണ്ടെങ്കിൽ ഉത്തരം പോസിറ്റീവ് ആയിരിക്കും. നമുക്ക് മറ്റൊരു ഉദാഹരണം നോക്കാം. -10/-5 ആണെന്ന് വിചാരിക്കുക. ഇതിൻ്റെ ഉത്തരം 2 ആണ്. എത്രയാണ്? 2 ആണ്. 2ലും മൈനസ് ഉണ്ട്, ഉത്തരം ആരായി? പോസിറ്റീവായി. ഒന്നിൽ മാത്രം മൈനസ് ആണെങ്കിൽ ഉത്തരം നെഗറ്റീവായി. ഹരിക്കുമ്പോൾ ഈ കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ 7ാമത്തെ ചാപ്റ്ററിൽ ഇനി നമുക്ക് ചെയ്യേണ്ടത് ടെക്സ്റ്റ് ബുക്കിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്തു നോക്കുക, കുറച്ച് ആക്ടിവിറ്റികൾ ചെയ്തു നോക്കുക എന്നുള്ളതാണ്. അത് ചെയ്തു നോക്കുക. വളരെ സിമ്പിളായിട്ട് നമുക്ക് എന്താകാൻ കഴിയും? ചെയ്യാൻ വേണ്ടി കഴിയും. ഇപ്പോൾ നമ്മൾ പഠിച്ചത് 7ാമത്തെ പാഠമായ നെഗറ്റീവ് നമ്പേഴ്സ് അഥവാ ന്യൂനസംഖ്യകളെ കുറിച്ചാണ്. അടുത്തത് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് 8ാമത്തെ പാഠമായ സർക്കിൾ മെഷേഴ്സ് അഥവാ വൃത്തത്തിൻ്റെ അളവുകളെ കുറിച്ചാണ്. ഉടനെ തന്നെ ആ വീഡിയോ അപ്ലോഡ് ചെയ്യും. അടുത്ത ക്ലാസ്സിൽ കാണുന്നത് വരേക്കും എല്ലാവർക്കും ഓക്കെ, താങ്ക് യു.